സ്വദേശി GCRD ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉൽപ്പന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളുടെ മാതൃസ്ഥാപനമാണ് ഗാന്ധി സെന്റർ ഫോർ റൂറൽ ഡെവലപ്മെന്റ്. ഗാന്ധി സെന്റർ ഫോർ റൂറൽ ഡെവലപ്മെന്റ് പരിശീലന വിഭാഗമാണ് സ്വദേശി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്വദേശി നടത്തിക്കൊണ്ടിരിക്കുന്ന ഉൽപ്പന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ സ്വദേശി ടിപ്സ് എന്ന പേരിട്ടുകൊണ്ട് നമ്മളിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. രുചികരമായ നാരങ്ങ വെള്ളം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ സുഹൃത്തുക്കൾ വരുന്നു, വിരുന്നുകാർ വരുന്നു, കുടുംബക്കാർ വരുന്നു, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം വരുമ്പോൾ നമ്മൾ അവർക്ക് കുടിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒന്നുകിൽ ചായ കൊടുക്കുന്നു, അതല്ലെങ്കിൽ ശീതളപാനീയങ്ങൾ കൊടുക്കുന്നു, അതല്ലെങ്കിൽ നാരങ്ങാ വെള്ളം കൊടുക്കുന്നു, അതല്ലെങ്കിൽ സ്ക്വാഷ് കൊടുക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ കുടിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നത്. എന്നാൽ ഇങ്ങനെ കൊടുക്കപ്പെടുന്ന സാധനങ്ങളെക്കാളുമെല്ലാം ആളുകൾ പൊതുവെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് നാരങ്ങാ വെള്ളമാണ്. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന നാരങ്ങാ വെള്ളം രുചികരമാണ് എങ്കിൽ അത് വലിയ പോരായ്മകൾ ഉണ്ടാക്കുകയും ചെയ്യും. രുചികരമായിട്ട് നാരങ്ങാ വെള്ളം ഉണ്ടാക്കുന്നത് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ, പണ്ടൊക്കെ ആയിരുന്ന നമ്മുടെ നാട്ടിൽ പെട്ടിക്കടകൾ ധാരാളം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു പെട്ടിക്കടക്കാരൻ്റെ അടുത്തേക്ക് പോയി ഒരു നാരങ്ങാ വെള്ളത്തിന് ഓർഡർ ചെയ്തിട്ട് അങ്ങേരെങ്ങനെയാണ് നാരങ്ങാ വെള്ളം ഉണ്ടാക്കുന്നതെന്ന് ശ്രദ്ധയോടുകൂടി നിന്ന് കണ്ടു പഠിക്കണം. അങ്ങേര് ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു ഗ്ലാസ് എടുത്ത് കഴുകുകയാണ്. തൊട്ട് മുമ്പ് കഴുകി വെച്ച ഗ്ലാസ് ആയിരിക്കാം. നമ്മളാണെങ്കിൽ നേരത്തെ കഴുകി വെച്ച ഗ്ലാസ് ആണ് എങ്കിൽ കഴുകിയില്ലെന്നും വരാം. രണ്ടാമതായിട്ട് അങ്ങേര് ചെയ്യുന്നത് ആ കഴുകിയിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് ഒരു സ്പൂൺ എടുത്തിരുന്നു. മൂന്നാമതായിട്ട് അങ്ങൊരു പുറകോട്ട് തിരിഞ്ഞ് അങ്ങയുടെ കയ്യിലെ നനവ് ഫ്രിഡ്ജിൻ്റെ ഹാൻഡിൽ കെട്ടിയിട്ടിരിക്കുന്ന ടർക്കിയിലൊന്ന് തുടച്ച് പഞ്ചസാര ഭരണി തുറന്ന് പഞ്ചസാര ഭരണിയിൽ നിന്ന് പഞ്ചസാര എടുത്ത് ഗ്ലാസ്സിലേക്ക് ഇടുകയാണ്. മൂന്നാമതാണ് അദ്ദേഹം നമ്മുടെ നേരെ തിരിഞ്ഞു വന്ന് ഒരു നാരങ്ങ എടുത്ത് കട്ട് ചെയ്ത് ആ നാരങ്ങയുടെ നീര് ഗ്ലാസ്സിലേക്ക് പിഴിയുന്നത്. നാലാമതാണ് അങ്ങനെ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ച് ഇളക്കുന്നത്. അങ്ങേര് നാരങ്ങാ വെള്ളം ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്ത കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ഒന്ന് താരതമ്യം ചെയ്യുക. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ് കഴുകുന്നതിന് വേണ്ടി അത്ര താല്പര്യപ്പെടുന്നില്ല. പക്ഷെ അങ്ങേർക്ക് കഴുകാതിരിക്കാൻ പറ്റില്ല. അങ്ങയുടെ മുമ്പിൽ നമ്മൾ നോക്കി നിൽക്കുന്നു. അങ്ങേര് ആദ്യമായിട്ട് ഗ്ലാസ് കഴുകും. രണ്ടാമത് അങ്ങേര് സ്പൂണും കഴുകും. ആ കഴുകിയ സ്പൂണ് ഗ്ലാസ്സിലേക്കിടും. മൂന്നാമത് അദ്ദേഹം പഞ്ചസാര ഭരണി മിക്കവാറും പുറകിലായിരിക്കും വെച്ചിരിക്കുന്നത്. അത് അങ്ങേര് കൈ ഫ്രിഡ്ജിൻ്റെ ഹാൻഡിൽ കെട്ടിരിക്കുന്ന ടർക്കിയിൽ കൈ തുടയ്ക്കുന്ന ആരും കാണാതിരിക്കാൻ വേണ്ടിയാണ്. കൈയൊന്ന് തുടച്ചിട്ട് അദ്ദേഹം പഞ്ചസാര പാത്രത്തിൽ നിന്ന് സ്പൂണ് കൊണ്ട് പഞ്ചസാര എടുത്ത് ഗ്ലാസ്സിലേക്ക് ഇടുന്നു. നമ്മൾ ആ സമയത്ത് ഗ്ലാസ്സിൽ പഞ്ചസാര ഇടുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. നമ്മൾ നാരങ്ങാ വെള്ളം ഉണ്ടാക്കുന്നു, അല്ലെ നാരങ്ങാ വെള്ളം ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത്
നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ പരിപാടി നാരങ്ങ എടുത്ത് കട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞാണ് പാത്രം എടുക്കാൻ പോകുന്നത്. അങ്ങനെ എടുത്തിരിക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ നാരങ്ങാനീര് പിഴിഞ്ഞു വയ്ക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ആ നാരങ്ങാനീരിലേക്ക് വെള്ളമൊഴിക്കുന്നു. അതിലേക്ക് ഏറ്റവും അവസാനമാണ് നമ്മൾ പഞ്ചസാര ഇടുന്നത്, അല്ലെങ്കിൽ ഉപ്പിടുന്നത്. അപ്പോൾ പെട്ടിക്കടക്കാരൻ നാരങ്ങാ വെള്ളം ഉണ്ടാക്കിയത് നമ്മൾ കുടിക്കുന്ന സമയത്ത് അത് അതീവ രുചികരമാണ്. പക്ഷെ നമ്മൾ ഈ രീതിയിൽ ഏറ്റവും അവസാനം പഞ്ചസാര ഇട്ട് ഉണ്ടാക്കുന്ന ആ നാരങ്ങ വെള്ളം നമ്മൾ കുടിക്കുന്ന സമയത്ത് അതിനൊരു നേരിയ ചവർപ്പുണ്ട്. അത് കുടിക്കുന്നതിന് അല്പം കൂടി സമയമെടുത്ത് കുറച്ചുകൂടി താമസിച്ചാണ് കുടിക്കുന്നതെങ്കിൽ ആ ചവർപ്പ്, നേരിയ കയ്പിലേക്ക് പോകുകയാണ്. വീണ്ടും താമസിക്കുന്നുവെങ്കിൽ കുടിക്കാൻ പറ്റാത്ത രീതിയിൽ ആ നാരങ്ങാ വെള്ളത്തിൽ കയ്പുണ്ടാകുകയാണ്. നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരുന്ന സമയത്ത് അവർക്കുണ്ടാക്കി കൊടുക്കുന്ന നാരങ്ങാ വെള്ളം അവർ പൂർണ്ണമായിട്ടും കുടിക്കുന്നുണ്ടോ എന്ന് ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കുക. അവർ നാരങ്ങാ വെള്ളം കുടിച്ച് ഒരു ഗ്ലാസിൻ്റെ പകുതി വരെ കുടിച്ചിട്ട് എല്ലാവരും ബാക്കി വയ്ക്കുകയാണ്. നമ്മൾ ആരെങ്കിലും എന്തുകൊണ്ടാണ് അവരെ നാരങ്ങ വെള്ളം കുടിക്കാൻ കൊടുത്തിട്ട് അത് മുഴുവൻ കുടിക്കാതെ ബാക്കി വയ്ക്കുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം സ്റ്റാറ്റസ് ഉള്ളവരായതുകൊണ്ട് മുഴുവൻ കുടിച്ചാൽ ആർത്തി കൊണ്ട് കുടിച്ചു എന്നാണ്. അങ്ങനെ തോന്നാതിരിക്കുന്നതിന് വേണ്ടി അവർ ബോധപൂർവം മനഃപൂർവ്വം ബാക്കി വയ്ക്കുന്നതാണ് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ? കുടിച്ചിറക്കാൻ അത്ര രുചികരമല്ലാത്തത് കൊണ്ട്, അതല്ല എങ്കിൽ അതിന് കയ്പിൻ്റെ അംശം ഉള്ളത് കൊണ്ട് അവർ കുടിക്കാതെ കുടിച്ചു എന്ന് വരുത്തി ബാക്കി വയ്ക്കുന്നതാണ് എന്നുള്ള കാര്യം നമ്മളിൽ എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്? ഏറ്റവും രുചികരമായിട്ടുള്ള സാധനം നമുക്ക് ആർക്കെങ്കിലും കുടിക്കുന്നതിനോ കഴിക്കുന്നതിനോ കിട്ടിയാൽ, ഉദാഹരണത്തിന് ഐസ്ക്രീം, ആ കിട്ടുന്ന ഐസ്ക്രീം നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ട് എത്ര വടിച്ചെടുക്കാവോ അത്രയും വടിച്ചെടുക്കും. ആരും കാണുന്നില്ല എന്ന് കണ്ടാൽ നമ്മുടെ കൈ കൊണ്ടുകൂടെ വടിച്ചെടുക്കും. ചിലപ്പോൾ നമ്മുടെ നാക്കും പ്രയോഗിച്ചെന്ന് വരാൻ കേട്ടോ. പിള്ളേരാണെങ്കിലും ഉറപ്പാ. അതാണ് രുചികരമായ സാധനം നമുക്ക് കഴിക്കുന്നതിന് വേണ്ടി കിട്ടുന്ന സമയത്ത് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം. പക്ഷേ ഇവിടെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല പാനീയമായിട്ട് കുടിക്കുന്നതിന് വേണ്ടി കുടിച്ചുകൊണ്ടിരിക്കുന്ന നാരങ്ങാ വെള്ളം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ബഹുഭൂരിപക്ഷം ആൾക്കാരും അത് മുഴുവൻ കുടിക്കാതെ പകുതി കുടിച്ച്, അല്ല പകുതിയിൽ കുറവ് കുടിച്ച് ബാക്കി വെച്ചിട്ട് പോകുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ബാക്കി വെച്ചിട്ട് പോകുന്ന സമയങ്ങളിലെല്ലാം ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന നാരങ്ങാ വെള്ളം രുചികരമല്ല, അത് കുടിച്ചിറക്കാൻ വിഷമമാണ്, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് എല്ലാവരും ബാക്കി വെച്ചിട്ട് പോകുന്നത്. ഇനി നാരങ്ങാ വെള്ളം രുചികരമായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ പെട്ടിക്കടക്കാരൻ്റെ അടുത്തേക്ക് നിങ്ങളെ ആദ്യമേ കൊണ്ടുപോയതുപോലെ ആ രീതിയിൽ നമ്മൾ നാരങ്ങാ വെള്ളം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ നാരങ്ങയിൽ നിന്ന് നാരങ്ങാനീര് എങ്ങനെയാണ് പിഴിയുന്നതെന്ന് ഞാൻ കാണിച്ചു. അത് കാണാത്തവർ കഴിഞ്ഞ വീഡിയോ എടുത്ത് കണ്ടോളുക. നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസ്സിലേക്ക് നമ്മൾ പഞ്ചസാരയോ അല്ലെങ്കിൽ ഉപ്പോ ആദ്യം ഇടണം. പഞ്ചസാരയോ അല്ലെങ്കിൽ ഉപ്പോ ആദ്യമായിട്ട് ഗ്ലാസ്സിലേക്ക് ഇടുക. അതിനുശേഷം നാരങ്ങ എടുത്ത് കണ്ടിച്ച് അതിലേക്ക് നാരങ്ങ പിഴിയുക. അതിനുശേഷം അതിലേക്ക് വെള്ളമൊഴിക്കുക. അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന നാരങ്ങാ വെള്ളം അതീവ രുചികരമായിരിക്കും, അതിന് ചവർപ്പുണ്ടാകില്ല.
ഇനി എന്തുകൊണ്ടാണ് നാരങ്ങാ വെള്ളം ഉണ്ടാക്കുമ്പോൾ അത് ചവർപ്പുണ്ടാക്കുന്നു എന്നുള്ള ശാസ്ത്രീയമായ കാര്യം കൂടി ഞാൻ പറയാം. നാരങ്ങാ നീര് അന്തരീക്ഷ വായുവിൽ തനിയെ നിന്നിട്ടുണ്ട് എങ്കിൽ വായുവുമായിട്ട് ബന്ധപ്പെട്ട് രാസപ്രവർത്തനം ഉണ്ടാകുകയും അങ്ങനെ രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് നാരങ്ങാ നീര് നേരിയ ചവർപ്പിലേക്ക് പോകുന്നു ആദ്യം, അത് കഴിഞ്ഞ് നേരിയ കയ്പിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് അത് കയ്പിലേക്ക് പോകുന്നു. സമയം കൂടുന്തോറും നാരങ്ങാ നീര് നേരിയ ചവർപ്പിൽ നിന്ന് നേരിയ കയ്പിലേക്ക്, നേരിയ കയ്പിൽ നിന്ന് നേരിയ നല്ല കയ്പിലേക്ക് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആ രാസപ്രവർത്തനത്തെ തടയുന്ന പ്രവർത്തനമാണ് നമ്മൾ ആദ്യമേ ഗ്ലാസ്സിലേക്ക് പഞ്ചസാര ഇടുന്നതിൽ കൂടി ഉപ്പിടുന്നതിൽ കൂടി ചെയ്തത്. ഉപ്പോ അല്ലെങ്കിൽ പഞ്ചസാര ഗ്ലാസ്സിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അന്തരീക്ഷ വായുവുമായിട്ട് ബന്ധപ്പെട്ട നാരങ്ങാ നീര് രാസപ്രവർത്തനം നടക്കുന്നതിനെ തടയുകയും അത് അതീവ രുചികരമായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതാണ് രുചികരമായ നാരങ്ങാ വെള്ളം ഉണ്ടാക്കുന്നതിനുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട, എല്ലാവരും ചെയ്യേണ്ട ചെറിയ ടിപ്സാണ്, ചെറിയ കാര്യമാണ്. പക്ഷെ ഈ ചെറിയ കാര്യമാണ് നമ്മളുണ്ടാക്കുന്ന നാരങ്ങാ വെള്ളത്തെ അതീവ രുചികരമായിട്ടുള്ള പാനീയമാക്കി മാറ്റുന്നത്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന പാനീയമാക്കി മാറ്റുന്നതും. ഇത് കുടിച്ചു കഴിയുമ്പോൾ നല്ല നാരങ്ങാ വെള്ളമായിരുന്നു, ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമ്മളോട് ചോദിക്കാതെ കുടിക്കുന്നവർ പോകില്ല. ആ രീതിയിൽ നാരങ്ങാ വെള്ളം ഉണ്ടാക്കാൻ സാധിക്കുന്ന ആൾക്കാരായിട്ട് നമ്മളെല്ലാവരും മാറേണ്ടിയിരിക്കുന്നു. ഇതാണ് ഉൽപ്പന്ന നിർമ്മാണത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങളിൽ ഒന്ന്, ടിപ്സുകളിൽ ഒന്ന്. അതുകൊണ്ട് രുചികരമായ നാരങ്ങാ വെള്ളം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ രീതിയിൽ നാരങ്ങാ വെള്ളം ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഈ ഒരു അറിവ് പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവരും നല്ല രുചികരമായിട്ടുള്ള നാരങ്ങാ വെള്ളം ഉണ്ടാക്കട്ടെ, നല്ല രുചികരമായിട്ടുള്ള നാരങ്ങാ വെള്ളം കുടിക്കുന്നവരായിട്ട് മാറട്ടെ. ആ ഒരു ആശംസയോടെ എന്നെ കേട്ടിരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇനി ഞാനിത് ഈ രീതിയിൽ നാരങ്ങാ വെള്ളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിക്കുകയും കൂടി ചെയ്യാം. അങ്ങനെ കാണിക്കുന്ന സമയത്താണ് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നെനിക്കറിയാം. അതുകൊണ്ടാണ് കാണിക്കുകയും കൂടി ചെയ്യാം എന്ന് പറഞ്ഞത്. ഞാനൊരു നാരങ്ങ എടുക്കുന്നു. ആ നാരങ്ങ നമ്മളൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യുന്നു. രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മളതൊന്ന്, ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ നമ്മൾ അല്പം ഉപ്പിടുന്നു. ഇതിലേക്ക് അല്പം ഉപ്പ് നമ്മളിട്ടു. ഇനി അല്പം പഞ്ചസാരയും കൂടി ഇടുന്നു. അപ്പം ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് നാരങ്ങാ നീര് പിഴിയുന്നതിന് മുമ്പായിട്ട് അല്പം ഉപ്പിട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഉപ്പ് മാത്രം മതി എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ അത് ഗ്ലാസ്സിലേക്ക് ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ഇപ്പോൾ ഇടുന്ന ഉപ്പിൻ്റെ അളവ് അല്പം കൂടെ കൂട്ടിയിടണം. ഉപ്പും പഞ്ചസാരയും കൂടെ ചേർത്ത് നാരങ്ങാ വെള്ളം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അല്പം ഉപ്പേ ഇടാവുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇടാവുള്ളൂ ഒരു ഗ്ലാസ് വെള്ളത്തിന്. 1 സ്പൂൺ പഞ്ചസാരയും ഇട്ടാൽ മതി. പഞ്ചസാരയുടെ കൂടത്തിൽ നമ്മൾ നാരങ്ങാ വെള്ളം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അല്പം ഉപ്പ് കൂടി ഇടുന്നതാണ് കൂടുതൽ രുചികരം. അപ്പോൾ വെള്ളച്ചവ ഇല്ലാതാക്കി മധുരത്തെ ഇരട്ടിപ്പിക്കുന്നതിന് സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ് പഞ്ചസാരയുടെ കൂടത്തിൽ അല്പം ഉപ്പ് കൂടി ചേർത്തോളാൻ പറഞ്ഞത്. ഇനി നമ്മൾ നാരങ്ങാ നീര് പിഴിയുന്നു. ഞാൻ നേരത്തെ നാരങ്ങാ നീര് പിഴിയുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നു. ഇങ്ങനെ നമ്മൾ എടുത്ത് പിടിക്കുന്നു. നമ്മുടെ പെരുവിരല് നേരെ നാരങ്ങയുടെ പുറകിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ പെരുവിരല് അമർത്തി കൊടുക്കുന്നു. നാരങ്ങയിലെ നീര് പൂർണ്ണമായിട്ട് ഇതുണ്ടോ ഈ ഗ്ലാസ്സിലേക്ക് ഇപ്പം വീണുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നമ്മുടെ വിരൽ വെച്ച് നമ്മളൊന്ന് കറക്കി കൊടുക്കുക.
ഇപ്പം നാരങ്ങയുടെ അല്ലിയിലുള്ള നീര് പൂർണ്ണമായിട്ടും ഇപ്പം നമ്മുടെ ഗ്ലാസ്സിലേക്ക് വീഴുകയാണ്. അല്പം പോലും നാരങ്ങാനീര് നാരങ്ങയുടെ തൊലിയിൽ നിൽക്കാതെ പൂർണ്ണമായിട്ടും നമ്മുടെ ഗ്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞു. ഇതാണ് നാരങ്ങ പിഴിയുന്നതിനുള്ള ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള രീതി. ഇനി രണ്ടാമത്തെ പീസ് കൂടി നമ്മൾ എടുക്കുന്നു. അതും നമ്മൾ പെരുവെല്ല് പുറകിലേക്ക് വെച്ച് നാരങ്ങ വിടുത്തി പിടിച്ച് നേരെ ഗ്ലാസ്സിന് മുകളിലേക്ക് പിടിച്ച് ഇങ്ങനെ പെരുവെല്ല് അമർത്തി കൊടുക്കുന്നു. പെരുവെല്ല് അമർത്തി കൊടുക്കുമ്പോൾ നമ്മുടെ നാരങ്ങ നന്നായിട്ട് വിടുന്നു വരും. എന്നിട്ട് നമ്മുടെ ചെറുവെല്ല് വെച്ച് ഇങ്ങനെ കറക്കിയാൽ മതി. അപ്പോൾ പൂർണ്ണമായിട്ടും നാരങ്ങാനീര് നമ്മുടെ ഗ്ലാസ്സിലേക്ക് വീണുള്ളൂ. ഇപ്പം നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യമേ ചെയ്ത ഗ്ലാസ് എടുത്ത് കഴുകുക. അതിനുശേഷം അതിലേക്ക് ഉപ്പും പഞ്ചസാരയും ഇടുക. പഞ്ചസാര മാത്രമാണ് ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ ഉപ്പിൻ്റെ അളവ് വളരെ കുറച്ച് മതി. അതിനുശേഷം നാരങ്ങാനീര് ഉപ്പിലേക്ക് അല്ലെങ്കിൽ പഞ്ചസാരയിലേക്ക് നമ്മൾ പിഴിയുന്നു. അങ്ങനെ പിഴിയുന്ന സമയത്ത് ഈ ഗ്ലാസ്സിൽ വീണിരിക്കുന്ന നാരങ്ങാനീര് അന്തരീക്ഷവായുവുമായിട്ട് സമ്പർക്കത്തിലേർപ്പെട്ട് രാസപ്രവർത്തനം നടക്കുന്നതിനെ തടയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തടയുന്നതിൽ കൂടിയാണ് ഈ നാരങ്ങാനീര് ചവർപ്പുണ്ടാകുന്ന അല്ലെങ്കിൽ കേടാകുന്ന അവസ്ഥ ഇല്ലാതാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ കേടാകാതിരിക്കുന്ന അല്ല ചവർപ്പുണ്ടാക്കുന്ന കയ്പുണ്ടാക്കുന്ന അവസ്ഥയെ നമ്മൾ തടയുന്നത് മൂലമാണ് നാരങ്ങ വെള്ളം അതീവ രുചികരമാകുന്നത്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സ്പൂൺ എടുത്ത് നമുക്ക് ഇളക്കിയാൽ മതി. നമ്മളുണ്ടാക്കുന്ന നാരങ്ങ വെള്ളം അതീവ രുചികരമായിരിക്കും. അതിനല്പം പോലും ചവർപ്പ് കാണില്ല, അല്പം പോലും കയ്പ് കാണില്ല. എല്ലാവരും ഇഷ്ടപ്പെടുന്ന നാരങ്ങ വെള്ളമായിട്ട് അത് മാറും. അല്പം പോലും ഗ്ലാസ്സിൽ വയ്ക്കാതെ പൂർണ്ണമായിട്ടും കുടിച്ചിട്ടേ ആൾക്കാർ ഗ്ലാസ് താഴെ വയ്ക്കൂ. അപ്പം ഈ രീതിയിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്ന ആൾക്കാരായിട്ട് നമ്മളെല്ലാവരും മാറണം. അങ്ങനെ മാറുന്ന സമയത്ത് മാത്രമേ ഉൽപ്പന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, നമ്മളുണ്ടാക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ കാര്യങ്ങൾ വരെ പെർഫെക്ഷനുള്ള പ്രവർത്തനങ്ങളായിട്ട് മാറൂ. ആ പെർഫെക്ഷനാണ് സ്വദേശി ഉൽപ്പന്ന നിർമ്മാണത്തിൻ്റെ വിജയരഹസ്യം.